കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് രഞ്ജു ഇറങ്ങുവാണ്. ഈ സമയത്ത് വരുണും രാധികാമ്മയും അങ്ങോട്ട് വരുന്നത്. വന്ന് ചോദിച്ചു, എങ്ങോട്ടാ രാവിലെ ധൃതി വെച്ച് നീ ഓടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് എടുപ്പ് രഞ്ജു പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയാം, നീ അങ്ങനെ ഇപ്പം അങ്ങോട്ട് പോകാൻ വരട്ടെ, പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ വരണം രഞ്ജുവിനെ തടഞ്ഞു അങ്ങോട്ട് നിൽക്കുവാണ്. ഈ സമയം രഞ്ജു പറഞ്ഞു, വഴിയിൽ നിന്ന് മാറാനാ പറഞ്ഞേ. ഓ, ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്ന AGM കമ്പനിയിലേക്കായിരിക്കും അല്ലേ, ഗോവിന്ദനെ കാണാൻ പോകുന്നതായിരിക്കും അല്ലേന്ന് വരണ രഞ്ജുനോട് ചോദിക്കുക. ഈ ചോദ്യം കേട്ട രഞ്ജു പറഞ്ഞു, ആണെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. രാധികാമ്മ പറഞ്ഞു, അല്ല നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ, കുറെ നാളായല്ലോ ഇവിടെ അധികാരം സ്ഥാപിച്ചു കിടക്കുന്നേ, ബെസ്റ്റ് ഫ്രണ്ടാന്നും പറഞ്ഞോണ്ടല്ലേ നീ ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നേ, സത്യം പറ, നീ ഗോവിന്ദന്റെ ആരാന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടാൽ രഞ്ജു പറഞ്ഞു, അതിപ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ ഗോവിന്ദന്റെ ആരെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ബെസ്റ്റ് ഫ്രണ്ടാന്ന്, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലല്ലേന്ന് ചോദിക്കണം. പിന്നെ നീ ആരാ ഗോവിന്ദന്റെ, നീ എന്നെ അവനെ സ്വന്തമാക്കാൻ വന്നാണെന്ന് ചോദിക്കണം. അത് ചിലപ്പോൾ ഞാൻ അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഗോവിന്ദനെ സ്വന്തമാക്കിയെന്നിരിക്കും. പിന്നെ ഈ വക ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഗോവിന്ദന്റെ ഭാര്യയായ ഗീത പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, പിന്നെയാണോ നിങ്ങൾ എന്ന് പറഞ്ഞ് അവരെ തള്ളി മാറ്റി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് വരണ ആ കയ്യിലേക്ക് കയറി പിടിച്ചു. അവർ രഞ്ജു എന്ത് ചെയ്യണം, ആ കൈ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് മാറ്റുകയാണ്. എൻ്റെ കയ്യെ കയറി പിടിക്കുന്നവടെന്ന് ചോദിച്ചോണ്ട്, എടാ നിനക്ക് ഇത്ര വലിയ സംശയമാണ്, നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഗോവിന്ദനെ വിളിച്ചു തരാം, നിങ്ങൾ രണ്ടുപേരും സംശയം അങ്ങോട്ട് തീർത്തോളാൻ പറയണം. പെട്ടെന്ന് വരുണോട് ഞാൻ ഫോൺ പിടിച്ചു വാങ്ങാൻ പറയണം. വരുൺ പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. അങ്ങനെ നീ ഇപ്പൊ ഫോണിനകത്ത് വിളിക്കണ്ട, നിന്നെ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ് രാധികാമ്മയും വരുണും കൂടെ കൂടിയിട്ട് ആ മുറിക്കകത്തേക്ക് കൊണ്ടൊക്കെ തള്ളിയിടുവാണ്. ഫോണും പിടിച്ച് വാങ്ങിയിട്ടാന്ന് നടക്കണം, മുറിക്കകത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുവാണ്. ഈ സമയത്ത് രഞ്ജു അകത്ത് തുറന്നു വിടാൻ പറഞ്ഞ് കിടന്ന് അലറുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല രാധികാമ്മയും വരണം. ലോക്കിയിട്ട് പുറത്തേക്ക് വന്നിട്ട് രാധിക പറഞ്ഞു, ഇനി അവൾ അവിടെ കിടക്കട്ടെ, ഒരു ദിവസം മുഴുവൻ അവിടെ കിടക്കട്ടെ, അവളൊരു പാഠം പഠിക്കും, വൈകുന്നേരത്തോടുകൂടി അവൾ സ്ഥലം വിട്ടോളൂ എന്ന് പറയാണ്. വരും പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ കനിയണം അവൾ പുറത്തിറങ്ങണമെങ്കിൽ. രാധിക പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ആ പവർ സപ്ലൈയും കൂടെ അങ്ങോട്ട് ഓഫ് ചെയ്തരെ, കാറ്റും വെളിച്ചവും കയറാതെ അവൾ അവിടെ കിടക്കട്ടെ, കുറച്ച് കഴിയുമ്പത്തേനും അവൾക്ക് അങ്ങോട്ട് കാറ്റും വെളിച്ചം കയറാതെ വരുമ്പോഴത്തേനും ഭ്രാന്തളകും, അവൾ അവിടെ കിടന്ന് ഭ്രാന്ത് കാണിക്കട്ടെ, വാടാ മോനെ എന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്. ഈ സമയം രഞ്ജു അതിനകത്ത് കിടന്ന് അലറി വിളിക്കുകയാണ്, എന്നെ തുറന്നു വിടുക, ആരെങ്കിലും രക്ഷിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കഥകയിലൊക്കെ മുട്ടുന്നുണ്ട്. എന്ത് ചെയ്യാൻ, ആരും കേൾക്കൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല, മുകളിലത്തെ മുറിയല്ലേ, എല്ലാവരും താഴെയായിരുന്നല്ലോ. പിന്നീട് രഞ്ജു അവരോടെല്ലാം പരതുവാണ്, വെളിച്ചത്തിന് വേണ്ടിയിട്ട് ജനലിന്റെ അവിടെയൊക്കെ തുറന്നിടുന്നുണ്ട്. പക്ഷെ ഒത്തിരി സമയമൊന്നും രഞ്ജുവിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ മെഡിസിനും കഴിച്ചിട്ടില്ല. കുറെ സമയം അലറി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു മടുത്തു. രഞ്ജു അവിടെ തറയിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ്. ബോധം കെട്ടൊരു അവസ്ഥയായിപ്പോയി, തല കറങ്ങുന്ന പോലെയൊക്കെ രഞ്ജുവിന് തോന്നുവാണ്. ഈ സമയത്ത് താഴെ കൂടെ ഗീതവും രേഖയും കൂടെ വർത്താനം പറഞ്ഞിട്ട് വരുന്നേ. രേഖ പറഞ്ഞു, ഗോവിന്ദനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തണമെന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, അതിന് ഒരേ ഒരു മാർഗം വിജയലക്ഷ്മിയാണ്, പക്ഷെ അവരോട് എങ്ങനെയാ ചോദിക്കുന്നത്. രേഖ പറഞ്ഞു, നീ പിണങ്ങി ഇരുന്നിട്ട് കാര്യമില്ല ഗീതു, അവരോട് ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പം ഇങ്ങനെ അവർ പിണങ്ങി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന് നിൽക്കണം. ഗീത പറഞ്ഞു, ശരിയാ, പിണങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നും എനിക്കില്ലാന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ രേഖേച്ചി, എനിക്കെന്തോ അവരെന്നോട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇനി അവരുടെ മുന്നിൽ ചെന്ന് അവരുടെ ഫേസ് ചെയ്യാൻ മടിയാന്ന് പറയണേ. ഈ സമയത്ത് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മുറിക്കകത്ത് കിടന്ന് അലറിക്കൊണ്ടിരിക്കുക രഞ്ജു. അപ്പൊ രേഖ പറഞ്ഞു, ഇത് ആരോ കഥയെ മുട്ടുന്ന പോലെയൊക്കെ തോന്നില്ലേ. ശരിയാ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ രഞ്ജുവിന്റെ മുറിയുടെ വാതക്കൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ബോധം കെട്ട പോലെ ആയിപ്പോയിരുന്നു. രഞ്ജുവിന്റെ മൂക്കിനകത്തുനിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ ബ്ലഡ് വന്നു കഴിയുമ്പോഴത്തേനും രഞ്ജുവിന്റെ ബോധം അങ്ങോട്ട് പോയി രഞ്ജു തറയിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. പിന്നീട് ഒരനക്കം ഉണ്ടായില്ല. അപ്പൊ ഇവര് രഞ്ജുവിന്റെ മുറിയിലേക്ക് ഈ മുറിയിൽ നിന്നാണ് തോന്നുന്നല്ലോ കേട്ടത്. ചിലപ്പോ തോന്നിയതായിരിക്കും രഹേച്ചി, ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ കഥവ് തുറക്കാൻ നോക്കിയപ്പോഴത്തേനും ലോക്ക് ചെയ്തിട്ടാ പോയേക്കുന്നേ, പുറത്ത് പോകുമ്പോൾ തന്നെ ഇപ്പൊ ലോക്ക് ചെയ്തിട്ടാ പോകുന്നത്. എന്തോ കാര്യമായിട്ടുണ്ട്, എന്തോ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ആരും ഒരു കാരണവശാലും അറിയാൻ പാടില്ല, അതാന്ന് തോന്നുന്നേ പുറത്തുനിന്ന് കഥവ് ലോക്ക് ചെയ്തിട്ട് പോയേക്കുന്നേ എന്ന് ഗീതു രേഖയോട് പറയണം. ശരിയാന്ന് പറഞ്ഞാൽ അവരിറങ്ങിപ്പോരുക. പക്ഷെ ഈ സമയത്ത് രഞ്ജു എൻ്റെ അകത്ത് കിടക്കുന്നുണ്ടെന്നോ അത്യാസന്ന നിലയിലാന്നുള്ള കാര്യമൊന്നും അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. പിന്നീട് രാധികാമ്മ വരുണോട് പറഞ്ഞു, ഇനിയിപ്പോ വൈകുന്നേരം വരെ കിടക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. എവിടെ സംഭവിക്കാനമ്മേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. രാധിക പറഞ്ഞു, എന്നാ കിടക്കട്ടെ അവള്,
അവളിങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ കാറ്റും വെളിച്ചവും കയറില്ല, ബോധം കിട്ടുപോകും. ആ ബോധക്കെടലൊക്കെ മാറി കഴിയുമ്പോഴത്തേനും വൈകുന്നേരം സ്റ്റാൻഡ് വിട്ടോളെന്ന് പറയാം. ഇനി നമുക്ക് വൈകുന്നേരം വാത പോയി മുറി തുറക്കണ്ടെന്ന് പറയാം. വരുമ്പോഴും ശരി അമ്മ പറഞ്ഞ് വൈകുന്നേരം പോയി തുറന്നാൽ മതി, അവൾ അവിടെ കിടക്കട്ടെ, ഇന്നത്തോടുകൂടി അവളുടെ പൊറുതി ഇവിടുത്തെ അവസാനിക്കണമെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന രേഖയും ഗീതും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിലാസിനയുടെ കോള് വരുന്നത്. അപ്പൊ കുറെ സമയം കോള് വന്നു കഴിയുമ്പോഴത്തേനും രേഖ പറഞ്ഞു, ഇതെന്താ ഗീതു നീ ആ കോൾ എടുക്കാൻ പറയണം. ഇല്ല രേഖേച്ചി, അത് പൈസയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിരിക്കും പറയാം. എന്താ കാര്യം അറിയത്തില്ല, നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും വിലാസിന് പറഞ്ഞു, മോളെ നീ എന്തെടുക്കുക? അമ്മ ഇപ്പൊ ഇത് ചോദിക്കാനാണ് വിളിച്ചതെന്ന് ചോദിക്കും. അല്ല മോളെ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ണ് ചെക്ക് ചെയ്തായിരുന്നു. കണ്ണ് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ പൈസ വേണം ചെക്കപ്പിന് എന്ന് പറഞ്ഞു, എന്റെ തല ചെക്ക് ചെയ്യാനായിട്ട്. മോളെ പൈസ തരുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അതെ കണ്ണിന് അധികം പൈസ ആവുള്ളൂ എന്ന് എനിക്കറിയാം ചെക്കപ്പ് ചെയ്യാനായിട്ട്. അല്ല അമ്മയ്ക്ക് എത്ര രൂപ വേണ്ടേ? 50,000 രൂപ. കുറെ ദിവസമായില്ല അമ്മ ഈ 50,000 രൂപയുടെ കണക്ക് പറയുന്നത്. അതെ കണ്ണൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൂടിപ്പോയി 1000 രൂപ അത്ര ഫീസ് ആവുള്ളൂ. പിന്നെ ഈ 50,000 രൂപ എന്തിനാന്ന് എനിക്കറിയത്തില്ല. അച്ഛനും അമ്മയ്ക്കും കൂടെ ദൂരത്തടിക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കണം. എന്റെ മോളാണ് സത്യം, എന്റെ കൂടെ അച്ഛൻ വന്നിട്ടില്ല, ഞാൻ തന്നെയാ വന്നേന്ന് പറയണം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മ എന്തൊക്കെ ടെസ്റ്റാ ചെയ്യേണ്ടതെന്നുള്ളത് അതിങ്ങോട്ട് ഇട്ടുകട്ടെ, ഞാനും കൂടെ വരാം അമ്മയോട് ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഞാൻ പൈസ കൊടുത്തോളാന്ന് പറയണം. വിലാസിന് പെട്ടു. അങ്ങനെയെങ്കിലും കുറച്ച് പൈസ വിടുങ്ങാന്ന് ഓർത്തിരിക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫോൺ വെച്ചു. രേഖ വെച്ച് എന്ത് പറ്റി? പതിവ് പോലെ തന്നെ പൈസക്ക് വേണ്ടിട്ടാന്നേ, വെറുതെ അടവൊക്കെയാ. അല്ല ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും തലവേദന കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലോ അങ്ങനെയൊന്നും ഇല്ല. ഇതവരുടെ സ്ഥിരം പരിപാടിയാ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരുടെയും നിന്ന് പൈസ മേടിച്ചെടുക്കുക, അതൊരു ദൂർത്തടിക്കുക, ഇതൊക്കെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറയണം. അല്ലാതെ ഇത് കൂടുതലൊന്നും ഇല്ല. ഇവരുടെ പുറകെ പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ മനസ്സമാധാനം പോകുന്നല്ലാതെ വേറെ നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ലെന്ന് പറയണം. ഈ സമയം വരുണിന്റെ കയ്യിലായിരുന്നു ഫോൺ ഇരിക്കുന്നത്. ആ ഫോണിലേക്ക് കുറെ തവണ വിളിച്ചോണ്ടിരിക്കുക, രഞ്ജുവിന്റെ ഫോൺ ഇരിക്കുന്നത്. അപ്പൊ കുറെ തവണയായിട്ട് ഗോവിന്ദൻ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ വരുണിന്റെ അധികം വെറുതെ ഗോവിന്ദന്റെ കണ്ടിന്യൂസിൽ വിളിച്ചോണ്ടിരിക്കുക പറയണം. അവന് ഗീതുവിനെ പോലും ഇത്ര വിളിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അവളും ഗോവിന്ദനും തമ്മിൽ എന്തോ ഒരു അരുതാത്ത ബന്ധം ഉണ്ടെന്നല്ലേ. മുമ്പേ ഗീതു വരുന്നു അവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്നേ, ഇപ്പോഴാണ്ട് ഇവളും. ഇവറ്റകളെ രണ്ടുപേരെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ശരിയാ, ഒരു കാരണവശാലും ഗോവിന്ദന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും ഉണ്ടാവില്ലെന്ന് പറയാം. രാധിക പറഞ്ഞു, ഇത്രയും കാലം കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോ, അവൻ അവിടെ കിടന്ന് വിളിക്കട്ടെ. അവളാ മുറിക്കാത്തെന്നുള്ള കാര്യം അവൻ അറിയത്തില്ലോ. വൈകുന്നേരമായിട്ട് തുറന്നു വിട്ടാൽ മതി, നീ കോള് എടുക്കുകയോ വേണ്ടെന്ന് പറയാണ്. ഈ സമയം ആകപ്പാടെ അസ്വസ്ഥനായിട്ട് ഗോവിന്ദിരിക്കുക. ഇതെന്താ രഞ്ജു ഇതിലായിട്ടും കോൾ എടുക്കാത്തെ? ഒരു കാര്യം ചെയ്യ, രേഖേനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നോർത്തോണ്ട് രേഖനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഓർത്ത് ഗീതുവിനെ വിളിക്കണം ഓർത്തു. ഗീതുവിനെ വിളിച്ചാൽ ശരിയാവത്തില്ല, ഗീതു ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല, വിളിച്ചെന്നും പറഞ്ഞോണ്ട്. അങ്ങനെ രേഖേനെ വിളിക്കുകയാണ്. രേഖ കൊടുത്ത് എന്താ ഗോന്തട്ട വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല അവിടെ രഞ്ജു ഉണ്ടോന്ന് ചോദിക്കുകയാണ്. രഞ്ജു ഇല്ലല്ലോ, രഞ്ജു പോയെന്ന് തോന്നുന്നു പുറത്തേക്ക്, മുറി ലോക്ക് ചെയ്തേക്കുക, ഇടയ്ക്ക് അയാളോടെ പോയപ്പോ നോക്കിയായിരുന്നു പറയണം. ശരി ശരിയെന്ന് പറഞ്ഞു കോള് കെട്ടിയ. എന്നാലും അവിടെ ഇത്ര സമയത്ത് എവിടെയായിരുന്നു? വരാനുള്ള സമയം കഴിഞ്ഞു, ഇനി വല്ലയിടത്തും വല്ല തല ഇറങ്ങി വീണിട്ടുണ്ടായിരിക്കുമോ ഓർത്തിട്ട് ഗോവിന്ദൻ ഒരു സമാധാനക്കേട്, ഒന്ന് പോയി നോക്കിയാലോ. അങ്ങനെ പലവിധ ചിന്തകളോട് ഗോവിന്ദൻ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴാണ് അപർണയ്ക്ക് അങ്ങോട്ട് വരുന്നത്. അപർണയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഗോവിന്ദ് സാർ എനിക്ക് കാര്യം പറയാണ്ടെന്ന് പറയാം. അതെ അപർണയ്ക്ക പിന്നെ വാ, എനിക്ക് എപ്പോഴും നല്ല തിരക്കാന്ന് പറയണം. ഗോവിന്ദ് സാർ ഇപ്പൊ എനിക്കിത് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, എന്റെ ജീവിതം രക്ഷിക്കണം, ഞാനിപ്പോ ആത്മഹത്യയുടെ വക്കിലാന്ന് പറയാം. എന്തൊക്കെയാ അപർണയ്ക്ക പറയണേ, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയാം. സാർ പോവരുത് സാർ പ്ലീസ്, ഞാൻ കാല് വേണേ പിടിക്കാന്ന് പറയാം. എന്താ കാര്യം പറ. അതെ എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ വേണം, ഗീതുവിന്റെ പിടിയിൽ നിന്നും എൻ്റെ കിഷോറിനെ എനിക്ക് വിട്ടുതരാൻ പറയണം നിങ്ങളുടെ ഗീതുവിനോടെന്ന് പറയാം. ഇത് കേട്ട് ഗോവിന്ദൻ എന്തൊക്കെ അസംബന്ധമാ അപർണ ഈ പറയണെന്ന് ചോദിക്കുക. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് ഗോവിന്ദ് സാർ പറയുന്നേ. ഗീതു കിച്ചുവിനെ പിടിച്ചു വെച്ചിരിക്കുക. അപർണയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, അങ്ങനൊന്നും ഒരിക്കലില്ല. അവരാരാ? ബോസും കീഴ് ജീവനക്കാരും അല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ സംശയിക്കണമെന്ന് ചോദിക്കണം. അതെ എന്റെ സംശയം മാത്രമല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബോസ് ആണെന്ന് പറഞ്ഞ് രാത്രി 12 മണിക്കാണോ കീഴ് ജീവനക്കാരന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നേ? അത് മാത്രമല്ല ബോസിന്റെ ഡ്രസ്സിലെ ആ സ്മെല്ല്, അതേ പെർഫ്യൂമിന്റെ സ്മെല്ല് എങ്ങനെയാ കീഴ് ജീവനക്കാരന്റെ ദേഹത്ത് വരുന്നത്? അതോടൊപ്പം തന്നെ ബോസിന്റെ പൊട്ട എങ്ങനെയാ കീഴ് ജീവനക്കാരന്റെ ഷർട്ടേ വരുന്നത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് ഒരു വേള ഒരു നിശബ്ദനായി. പിന്നീട് പറഞ്ഞു, നിനക്ക് അതൊക്കെ തോന്നാന്ന് പറയണേ. ഇല്ല ഗോവിന്ദ് സാർ ശരിക്കുള്ള കാര്യം എന്ന് പറയണം. എന്തൊക്കെയാണല്ലോ, എനിക്കിപ്പോൾ അതിന്റെ പുറകെ പോയി അന്വേഷിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. എനിക്ക് ധൃതി ഉണ്ടെന്ന് പറയണം. ഗോവിന്ദ് സാർ എന്റെ പ്രശ്നത്തൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോ. ഗോവിന്ദ് സാർ അറിയാതെ ഗീതാഞ്ജലി പുതിയ സിം എടുത്തിട്ടുണ്ട്, അത് ഗോവിന്ദ് സാറിന് അറിയാവോ? അതും കിഷോറിനെ വിളിക്കാൻ മാത്രം എടുത്തേക്ക് സിമ്മ എന്ന് പറയണം.
അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല, എനിക്ക് എൻ്റെ ഭാര്യേനെ വിശ്വാസമാണ്, എങ്കിൽ മാത്രം ഞാൻ പോയി അവളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പോരെന്ന് ചോദിക്കണം. അതെ, എനിക്ക് അല്പം ധൃതിയുണ്ട്, ഈ കാര്യം നമുക്ക് പിന്നീട് പരിഹരിക്കാന്ന് പറഞ്ഞ് ഗോവിന്ദ് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അവർണിക. അപ്പോൾ ഇനി നമുക്കറിയാം രഞ്ജുവിന് എന്ത് സംഭവിച്ചെന്നും രഞ്ജുവിനെ പോയി ഗോവിന്ദൻ രക്ഷിക്കുമെന്നൊക്കെ അറിയണ്ടേ. അതിന്റെ വിശേഷമൊക്കെ അറിയാൻ നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.